കുന്ന് സംരക്ഷണത്തിന് മാതൃകയായി കരിങ്കുഴിക്കുന്ന്. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ. പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ. നാശത്തിലേക്ക് കുതിക്കുന്ന വെള്ളൂർ ഏച്ചിലാമ്പയൽ കരിങ്കുഴിക്കുന്നിനെ വീണ്ടെടുത്ത് സംരക്ഷിക്കുന്നത് ശ്രദ്ധേയമാകുന്നു. ഇടിഞ്ഞു നശിക്കുന്ന കുന്നിനെ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് എങ്ങനെ സംരക്ഷിക്കാമെന്ന് കാണിച്ചു തരികയാണ് സ്ഥലമുടമ. കുടുംബസ്വത്തായ ഏച്ചിലാമ്പയൽ കുന്ന് പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നിരവധി പൊതു ആവശ്യങ്ങൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കുമായി കുന്നിൻ്റെ ഒരു ഭാഗം കുറെയൊക്കെ ചരൽ കോരിയെടുത്തിരുന്നു. എന്നാൽ സമീപകാലത്ത് പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ ചരലെടുപ്പ് പൂർണ്ണമായും നിർത്തിയതായിരുന്നു. പൊതുവെ ബലക്കുറവുള്ള ചേടിമണ്ണിൻ്റെ സാന്നിധ്യം കൂടുതലുള്ള ഈ കുന്ന് ഓരോ മഴക്കാലത്തും ഇടിഞ്ഞു വരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഈ കുന്നിൻ്റെ മുകളിലായുള്ള തൊട്ടടുത്ത സ്ഥലത്താണ് ഏച്ചിലാമ്പയൽ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കുടുംബസ്വത്തായ ഈ സ്ഥലം അടുത്ത കാലത്താണ് ഉടമ ഏറ്റെടുത്ത് ഇടിഞ്ഞു തീരുന്നത് തടയാൻ കൃഷിവകുപ്പിൻ്റെയും ജിയോളജി വകുപ്പിൻ്റെയുമൊക്കെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി തട്ടുകളായി തിരിച്ച് ലക്ഷങ്ങൾ ചിലവിട്ട് കയർ ഭൂവസ്ത്രം വിരിച്ച് ഓരോ തട്ടുകളിലും തെങ്ങ്, വാഴ, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ വെച്ചുപിടിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ ശ്രമം പൂർത്തിയാക്കുന്നതിന് മുന്നേ വന്ന ചില ഒറ്റപ്പെട്ട കേവല പരിസ്ഥിതിവാദികൾ വ്യാജ വാർത്ത സൃഷ്ടിച്ച് പണി തടസ്സപ്പെടുത്തിയതിനാൽ പൂർണ്ണമായി തട്ടുകളാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ കയർ ഭൂവസ്ത്രം മുഴുവനാക്കാനും സാധിച്ചിരുന്നില്ല. തുടർന്ന് വന്ന മഴയിൽ ഭൂവസ്ത്രം വിരിക്കാത്ത ഭാഗം ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഇനി മഴ കഴിഞ്ഞു വേണം ആ ഭാഗം കൂടി തട്ടുകളാക്കാനും തൻ്റെ മനസ്സിലുള്ള രീതിയിൽ കുന്നിനെ സംരക്ഷിക്കാനും മറ്റ് പദ്ധതികൾ നടപ്പാക്കാനുമെന്ന് സ്ഥലമുടമ വടക്കൻ വാർത്തകളോട് പറഞ്ഞു. 2005 ഈ സ്ഥലം എൻ്റെ പേരിലാവുമ്പോൾ ഇതൊരു മൺകൂനയായിരുന്നു. പിന്നീട് 2019 ഇത് തട്ടുകളാക്കി തിരിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകൻ തന്നെയാണ് ഇത് പകുതി തട്ടാക്കി തിരിക്കുമ്പോൾ വന്ന് തടഞ്ഞിട്ടുള്ളത്. പിന്നീട് 2022 അനുമതിയോട് കൂടിയിട്ട് ഇത് തട്ടുകളാക്കി തിരിച്ചു. കൃഷി നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് കൃഷി നടത്തുക എന്ന വ്യാജേന എന്ന് ആ വീഡിയോയിൽ കണ്ടതുകൊണ്ട് തന്നെ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വിവിധ തരത്തിലുള്ള ചെന്തങ്ങ്, അതുപോലെ ഗംഗാബോണ്ട, മലേഷ്യൻ കുള്ളൻ, ടീൻതുടി എന്നീ തെങ്ങിനങ്ങളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വിവിധ ഇനങ്ങളിൽപ്പെടുന്ന വാഴകൾ എല്ലാം ഈ 8 തട്ടുകളിലായിട്ട് വെച്ചിട്ടുള്ളത്. അന്ന് ഈ കുന്ന് തട്ടുകളാക്കുമ്പോൾ തടഞ്ഞതിൻ്റെ ഭാഗമായി അതിനോട് പിന്നീട് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. ആ ഭാഗമാണ് ഇപ്പം കുറച്ച് ഭാഗം എൻ്റെ സ്ഥലത്തുനിന്നും തൊട്ടടുത്തുള്ള സ്ഥലത്തുനിന്നും ഇടിഞ്ഞ് താഴേക്ക് വന്നിട്ടുള്ളത്. അത് ഈ മഴ കഴിഞ്ഞതിന് ശേഷം തട്ടുകളാക്കി മാറ്റാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭത്തിൻ്റെ ഭാഗമായി ഒരു ഗെയിംസ് വില്ലേജ്, അതുപോലെ തന്നെ ഒരു അഗ്രികൾച്ചർ, അതിനുമായി ബന്ധപ്പെടുന്ന ഒരു ഏരിയ ആക്കി മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഗെയിംസ് വില്ലേജിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു 60 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമുള്ള ഒരു ഗ്രൗണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ ഇവിടെ എന്ത് കളികളും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തട്ടുകളിൽ എവിടെ ഇരുന്നാലും ഈ കളി കാണുവാനും അതുപോലെ ആസ്വദിക്കാനും വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം എന്നൊരു സങ്കല്പം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ കരിങ്കുഴി പ്രദേശം ഇന്ന് ഈ അടുത്ത കാലത്തായി വളരെയധികം വികസനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ചെറുപുഴ റൂട്ടിന് സമീപത്തുള്ള ഈ ഒരു പ്രദേശം കാട് പിടിച്ച് കിടക്കുന്ന, ഇല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹികളൊക്കെ, ഇല്ലെങ്കിൽ കാട്ട് മൃഗങ്ങളൊക്കെ കടന്നു വരാറുള്ള ഈ സ്ഥലം ഇങ്ങനൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത് ഈ നാടിൻ്റെ ഒരു മൊത്തം വികസനത്തിനും കൂടെ ഉതകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ പ്രവൃത്തികളും ഒരേ കണ്ണിലൂടെ കാണുന്ന ചില വ്യാജ പ്രകൃതി സ്നേഹികളാണ് തൻ്റെ പ്രവൃത്തികൾക്ക് ഇടയ്ക്ക് തുരങ്കം വയ്ക്കുന്നതെന്നും അതിനെതിരെ നിലവിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. അനുദിനം വലിയ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് തന്നെ ഏറെ പ്രയോജനം ചെയ്യും ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ എന്നാണ് പ്രദേശവാസികൾക്കും പറയാനുള്ളത്. നിലവിൽ കരിങ്കുഴി കുന്നിൻ്റെ സമീപത്ത് താമസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. കഴിഞ്ഞൊരു 30 വർഷത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ അവിടെ താമസമുണ്ട്. അപ്പോൾ 30 വർഷം മുന്നേ ഉള്ള കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ
ദയനീയമായിട്ടുള്ളൊരവസ്ഥയും സാമൂഹ്യ വിരുദ്ധരും മറ്റും കയറി ഇറങ്ങുന്ന രീതിയിലുള്ളൊരു സ്ഥലമായിരുന്നു. പിന്നീട് അടുത്ത വർഷങ്ങളിലായിട്ട് അവിടെ കൃഷി കൺസെപ്റ്റ് കൊണ്ടുവരികയും തട്ടുകളാക്കി തിരിക്കുകയും തെങ്ങ് കവുങ്ങ് തുടങ്ങിയ കൃഷി കാര്യങ്ങളൊക്കെ അവിടെ വരികയും ഭൂവസ്ത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കോമ്പൗണ്ട് CCTV ക്യാമറ സ്ഥാപിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുമൂലം സാമൂഹ്യ വിരുദ്ധരുടെ പോക്കുവരവുകൾ വളരെ ഗണ്യമായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കൃഷി കൊണ്ടുവന്നതോടുകൂടെ തട്ടുകളാക്കി തിരിച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതോടുകൂടെ മണ്ണൊലിപ്പ് കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ 2-3 ജലസംഭരണികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ജലസംഭരണിയിൽ വെള്ളം ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്, വെള്ളം നിറയുന്നുണ്ട്. അതിന് ശേഷമുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകി പോകുന്നുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്ത വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അപകട ഭീഷണി സൃഷ്ടിച്ചു നിൽക്കുന്ന ചെറിയ കുന്നുകളെയെല്ലാം കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് എങ്ങനെ ഫലപ്രദമായി നിലനിർത്താമെന്നതിന് ഒരു മാതൃകയാണ് പയ്യന്നൂർ പ്രദേശത്തെ ഈ കരിങ്കുഴിക്കുന്ന്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ. പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ.